ഹലോ. അപ്പം ക്ലാസ് 6 സോഷ്യൽ സയൻസ് ഫസ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് ലെസൺ നോക്കാം. മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ. യമുന ഏത് നദിയുടെ പോഷക നദിയാണ്? ഗംഗ. യമുന ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? യമുനോത്രി. യമുനോത്രി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഡൽഹി ഏത് നദിയുടെ തീരത്താണ്? യമുന. കുത്തബ് മീനാർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡൽഹി. ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡൽഹി. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡൽഹി. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന നഗരം ഡൽഹി. ഇന്ത്യ ചരിത്രത്തിലെ മധ്യ കാലഘട്ടം AD 8-ാം നൂറ്റാണ്ട് മുതൽ AD 18. ADക്ക് CE എന്നാണ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഡൽഹി സ്ഥിതി ചെയ്യുന്ന സമതലം സിന്ധു ഗംഗ സമതലം. ഡൽഹിയെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുന്ന പർവ്വതനിര ആരവല്ലി. ഡൽഹിയെ അധികാര കേന്ദ്രമായി തിരഞ്ഞെടുക്കുവാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതെല്ലാം? 1. ആരവല്ലി പർവ്വതനിര. 2. യമുന നദി. 3. ഫലഭൂഷ്ഠിതമായ സിന്ധു ഗംഗാ സമതലം. 4. കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ കല്ലുകളുടെ ലഭ്യത. ഡൽഹിയിൽ അധികാരത്തിൽ വരുന്ന ആദ്യ രാജാക്കന്മാർ തൊമര രാജാക്കന്മാർ. തൊമര രാജാക്കന്മാർ ഡൽഹിയിൽ ഭരണം ആരംഭിച്ച വർഷം AD 8-ാം നൂറ്റാണ്ട്. ഡൽഹിയുടെ പഴയ പേര് ദില്ലിഗ. തൊമര രാജാക്കന്മാർക്ക് ശേഷം ഡൽഹി ഭരിച്ച രാജവംശം ചൗഹാൻ. ചൗഹാൻ രാജവംശത്തിലെ അവസാന ഭരണാധികാരി പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഡൽഹി കീഴടക്കിയ രാജാവ് മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറി ഏത് രാജ്യക്കാരനാണ്? അഫ്ഗാനിസ്ഥാൻ. മുഹമ്മദ് ഗോറിയുടെ സേനാനായകൻ കുത്തബുദ്ദീൻ ഐബക്ക്. ഡൽഹി കേന്ദ്രമാക്കി കുത്തബുദ്ദീൻ ഐബക്ക് ഭരണം ആരംഭിച്ച വർഷം 1206 AD. സൽത്തനത്ത് കാലം എന്നറിയപ്പെടുന്നത് AD 1206 മുതൽ 1526 AD. സൽത്തനത്ത് കാലത്ത് ഡൽഹി ഭരിച്ച പ്രധാന രാജവംശങ്ങളുടെ എണ്ണം 5. അവയേതെല്ലാം? മംലൂക്ക് വംശം അഥവാ അടിമ വംശം, ഗൽജി വംശം, തുഗ്ലക്ക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. അടിമ വംശത്തിലെ പ്രധാന രാജാക്കന്മാർ കുത്തബുദ്ദീൻ ഐബക്ക്, ഇൽതുമിഷ്, ബാൽബൻ. ഗൽജി വംശത്തിലെ അറിയപ്പെടുന്ന രാജാവ് അലാവുദ്ദീൻ ഗൽജി. തുഗ്ലക്ക് വംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, ഫിറോസ് ഷാ തുഗ്ലക്ക്. സയ്യിദ് വംശത്തിലെ പ്രധാന രാജാവ് ഗിസിർ ഖാൻ. ലോധി വംശത്തിലെ പ്രധാന രാജാവ് ഇബ്രാഹിം ലോധി. ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയ സുൽത്താൻ ഇൽതുമിഷ്. ഇൽതുമിഷ് പുറത്തിറക്കിയ നാണയങ്ങൾ തങ്ക, ജിദൽ. ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരി സുൽത്താന റസിയ. തെക്കേ ഇന്ത്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ആദ്യ സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. ഗുജറാത്ത് കീഴടക്കിയ ആദ്യ സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി കുതിരകളെ ഇറക്കുമതി ചെയ്തത് ഏത് രാജ്യത്തിൽ നിന്നുമാണ്? ഇറാഖ്. ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റിയ സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ദേവഗിരിക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കൊടുത്ത പേരെന്താണ്? ദൗലതാബാദ്. സൽത്തനത്ത് ഭരണം ക്ഷയിക്കാൻ തുടങ്ങിയത് സയ്യിദ് വംശം മുതൽ. പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526 ഏപ്രിൽ 26. പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലാണ്? ബാബറും ഇബ്രാഹിം ലോധിയും. പാനിപ്പത്ത് യുദ്ധം ജയിച്ച് ഡൽഹി പിടിച്ചെടുത്ത രാജാവ് ബാബർ. മുഗൾ രാജവംശം ഇന്ത്യയിൽ ആരംഭിച്ച രാജാവ് ബാബർ. സൽത്തനത്ത് ഭരണത്തിന് അവസാനം കുറിച്ച രാജാവ്. പ്രധാന മുഗൾ രാജാക്കന്മാർ ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അക്ബറിന്റെ സൈനിക സമ്പ്രദായം മൻസബ്ദാരി. മുഗൾ ഭരണത്തിൽ അക്ബറിനെ സഹായിച്ച വ്യക്തികൾ രാജ മാൻസിംഗ്, രാജ തോഡർമാൾ, ബീർബൽ, രാജ ജയ്സിംഗ്. ഹുമയൂണിനെ തോൽപ്പിച്ച് AD 1540 ഭരണം പിടിച്ചെടുത്ത രാജാവ് ഷെർഷാ സൂരി. AD 1540 മുതൽ AD 1545 വരെ ഡൽഹി ഭരിച്ച രാജാവാണ് ഷെർഷാ സൂരി. ഹുമയൂൺ ഡൽഹി തിരിച്ചുപിടിച്ച വർഷം 1555. അക്ബർ നാമ എഴുതിയതാര്? അബുൽ ഫസൽ. ഐനി അക്ബരി എഴുതിയത് അബുൽ ഫസൽ. മുഗൾ സാമ്രാജ്യം ഏറ്റവും അധികം വിസ്തൃതി പ്രാപിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണ്?
ഔറംഗസേബ്. മധ്യകാല ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിലും നിലനിന്നിരുന്ന പ്രധാന രാജ്യങ്ങളാണ് ചോള രാജ്യം, വിജയനഗരം, ബാമിനി. മധ്യകാല ഇന്ത്യയിൽ പശ്ചിമേന്ത്യയിൽ നിലനിന്നിരുന്ന രാജവംശമാണ് മറാത്ത. ചോള രാജാക്കന്മാരിൽ പ്രധാനികൾ രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ. വിജയനഗരത്തെക്കുറിച്ച് അറിവ് നൽകിയ പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖ്. വിജയനഗര സാമ്രാജ്യം നിലവിൽ വന്നത് AD 14-ാം നൂറ്റാണ്ട്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകർ ഹരിഹരൻ, ബുക്കൻ. ബാമിനി രാജ്യത്തിൻ്റെ സ്ഥാപകർ അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെട്ടത് റൈച്ചൂർ. മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ശിവജി. ഛത്രപതി എന്നറിയപ്പെട്ട രാജാവ് ശിവജി. പാഠം 2. മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം. ബാബറിൻ്റെ ആത്മകഥ ബാബർ നാമ. മുഗൾ ഭരണത്തെക്കുറിച്ച് അറിവ് നൽകിയ മധ്യേഷ്യയിൽ നിന്നുള്ള സഞ്ചാരി അൽ ബറൂണി. മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷി. മുഗൾ ഭരണകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ജാഗിർദാരി സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൂമി പതിച്ചു കൊടുക്കൽ. ഭൂമി പതിച്ചു കൊടുക്കുന്ന സമ്പ്രദായം സൽത്തനത്ത് കാലത്ത് അറിയപ്പെട്ടത് ഇക്ത. വിജയനഗരത്തെക്കുറിച്ച് വിവരണം നൽകിയ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി. കോഴിക്കോട് നിന്നും കയറ്റുമതി ചെയ്ത പരുത്തി തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ അറിയപ്പെട്ടത് കാലിക്കോ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ വിദേശികൾ ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരി ഇബ്നു ബത്തൂത്ത. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരി റാൽഫ് ഫിച്ച്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യയിലെത്തിയ ഫ്രഞ്ച് സഞ്ചാരി ബർണിയർ ടവർണിയർ. മുഗൾ കാലഘട്ടത്തിൽ കൊട്ടാരങ്ങളിലേക്ക് വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം നടത്തിയ കേന്ദ്രങ്ങൾ ഖാർഖാനകൾ. സൽത്തനത്ത് കാലത്തെ പ്രസിദ്ധനായ കവി അമീർ ഖുസ്രു. ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം ആരുടേതാണ്? ഭാസ്കര ആചാര്യർ.